നമസ്കാരം, വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1, ഞാനിവിടെ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. ഇത് അത്ര പഴുത്തതല്ല. അപ്പം നമുക്ക് പിറ്റേ ദിവസത്തേന് നല്ലതുപോലെ ഇത് പഴുപ്പിച്ചെടുക്കണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ വാഴക്കുലയൊക്കെ അടുപ്പിൻ്റെ മുകൾ ഭാഗത്ത് കെട്ടിയിടുകയും അതല്ലെങ്കിൽ താഴെ വിറക് വയ്ക്കുന്നിടത്തൊക്കെ നമ്മൾ വെക്കാറുണ്ടായിരുന്നു. അതല്ലെങ്കിൽ പുകയൊക്കെ അടുപ്പിച്ചിട്ടൊക്കെ ഇങ്ങനെ പഴം നമ്മൾ പഴുപ്പിച്ചെടുക്കാറുണ്ട്. എന്നാൽ ഇന്നിപ്പം അങ്ങനെയുള്ള അടുപ്പുകളൊക്കെ കുറവൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതി നടക്കത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ കുറച്ച് ഇലകളാണ്. ഈ ഇല എന്തിൻ്റെ ഇലയാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇത് ഇലിമ്പിപ്പുളിയുടെ ഇലയാണ് കേട്ടോ. അപ്പം ഈ ഇല ഞാനിതുപോലെ കുറച്ചൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുക്കറാണ്. അപ്പം ഞാനിതുപോലെ കുക്കർ എടുത്തിട്ട് ആദ്യം കുറച്ച് ഈ പുളിയുടെ ഇല ഇതുപോലെ നമുക്ക് ഈ കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലൊന്ന് ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പഴുപ്പിക്കേണ്ട പഴം ഏതാണോ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ച് അധികമൊക്കെ പഴുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വലിയ ബക്കറ്റോ എന്തെങ്കിലും അങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഈ ഇല ആദ്യം കുറച്ച് ഇറക്കി വയ്ക്കുക. അതിനുശേഷം നമുക്ക് പഴുപ്പിക്കേണ്ട പഴങ്ങൾ വെച്ച് കൊടുക്കുക. വീണ്ടും കുറച്ച് ഇലയിടുക. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പം ഞാൻ പഴം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു ലെയർ ഈ ഇല ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കുക്കർ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നാളെ നേരം വെളുക്കുമ്പോഴേക്കും തന്നെ ഈ പഴം കറക്റ്റ് പാകത്തിന് തന്നെ പഴുത്ത് കിട്ടിയിട്ടുണ്ടാകും. പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു കറക്റ്റ് പാകത്തിന് തന്നെ പഴം നമുക്ക് പഴുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അടിപൊളിയല്ലേ നോക്കിയേ. സാധാരണയായിട്ട് നമ്മൾ ഈ പഴമൊക്കെ കഴിച്ചിട്ട് ഇതിൻ്റെ തൊലി വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ്. പക്ഷേ നമ്മൾ ഇങ്ങനെ ഈ വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ തൊലി അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ. ചർമ്മ സംരക്ഷണം മുതൽ വീട്ടിലെ ചെടികൾക്കുള്ള വളമായിട്ട് വരെയും നമുക്കിതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ വെള്ളി പാത്രങ്ങളൊക്കെ പളപള വെട്ടിത്തിളങ്ങുന്നതിനുള്ള പേസ്റ്റായിട്ട് വരെയും നമുക്കിതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നമുക്ക് ചെറിയൊരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു പഴത്തിൻ്റെ തൊലി എടുക്കുക. എന്നിട്ട് ആ തൊലിയുടെ ഉൾഭാഗത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു സ്കിന്നുണ്ടല്ലോ, ഇത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലൊന്ന് ചുരണ്ടിയെടുക്കുക. പഴത്തൊലിയിലെ വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റും മുഖത്തെ ചുളിവുകളും പാടുകളും ഒക്കെ മാറാനും ചർമ്മത്തിന് നല്ലൊരു തിളക്കവും ഒരു ഫ്രഷ് ലുക്കൊക്കെ നൽകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഈ ഒരു പഴത്തിൻ്റെ മുഴുവൻ നമുക്കിതുപോലൊന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, എനിക്ക് ഇത്രയും തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ടല്ലോ മുട്ടയുടെ വെള്ളയാണേ. അപ്പം കുറച്ച് ചേർത്താൽ മതി, ഒരല്പം ഇത് കണ്ട ഇത്രയും. നമുക്കതൊന്ന് കുഴഞ്ഞൊരു പേസ്റ്റ് പോലെ കിട്ടണം, അത്രയും മാത്രം മതി. അപ്പോൾ ഇത്രയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പഴത്തൊലിയിലുണ്ടല്ലോ ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ സി, ഇ എന്നിവയും ഫൈബറും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് അവശ്യ പോഷക ഘടകങ്ങളെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് എന്ന് ശാസ്ത്രീയമായിട്ട് കണ്ടെത്തിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പതപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുഖത്തിൽ 2 തവണ ആഴ്ചയിൽ ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മുടെ മുഖത്തെ കറുത്ത പാടുകൾ ഒക്കെ മാറിയിട്ട് നല്ല സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് തീരുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുഖക്കുരുവൊക്കെ മാറി എണ്ണമയമൊക്കെ ഇല്ലാതായി മുഖം നല്ലതുപോലെ തിളങ്ങാൻ സഹായിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇങ്ങനെയൊന്നും കഷ്ടപ്പെടാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. ഈ പഴത്തൊലി എടുക്കുക. എന്നിട്ട് വെറുതെ ഇങ്ങനെ കഷ്ണങ്ങളാക്കി അകംഭാഗം കയ്യിലും മുഖത്തും ഒക്കെ ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിലൂടെ തന്നെ നമ്മുടെ ചർമ്മത്തിന് ആവശ്യമായ പോഷകങ്ങളും ജലാംശവും ഒക്കെ ലഭിക്കുകയും നമ്മുടെ സ്കിന്ന് നല്ലതുപോലെ സോഫ്റ്റായിട്ട് തീരുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ 2 കഷ്ണം പഴത്തൊലി എടുത്തിട്ട് കണ്ണിന് താഴെയായിട്ട് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് വെക്കുകയാണെങ്കിൽ തന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്താൽ കണ്ണിനടിയിൽ ആ ഒരു ഇരുണ്ട നിറവും തടുപ്പൊക്കെ കുറയാനായിട്ട് ഇടയായിത്തീരും. അതുപോലെ തന്നെ ഈ പഴത്തൊലിയുടെ കൂട്ടത്തിൽ കറ്റാർവാഴയുടെ ജെല്ലും കൂടി ചേർത്തിട്ട് നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ചെരുപ്പുകളൊക്കെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈസി ആയിട്ട് ഈ പഴത്തൊലി കൊണ്ട് സാധിക്കും. വെള്ളം കൊണ്ട് കഴുകാൻ സാധിക്കാത്ത ലെതർ ചെരുപ്പുകളിലെ ചെളികളൊക്കെ കളയാനും തിളക്കമേകാനും ഒക്കെ അവ ഇങ്ങനെ പഴത്തൊലി കൊണ്ട് പോളിഷ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ചെറിയ ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു പഴത്തൊലി ഇതുപോലൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനൊന്ന് മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചിട്ടെടുക്കണേ. അപ്പം നമ്മളിതിലേക്ക് വെള്ളം ചേർത്തിട്ടല്ല അരയ്ക്കുന്നത്, പകരം ഇതുപോലെ തേങ്ങാപ്പാൽ ചേർത്തിട്ടൊന്ന് അരച്ചിട്ടെടുക്കുക കേട്ടോ. ഞാനൊരു 3-4 സ്പൂണ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു പേസ്റ്റ് രീതിക്ക് അരയാൻ മാത്രമുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മളിപ്പം അരച്ചെടുത്ത പേസ്റ്റ് ഇതാ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ചെറിയൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ തൈരുണ്ടെങ്കിൽ തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം റോസ് വാട്ടറാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചർമ്മ സംരക്ഷണത്തിന് എന്ന പോലെ മുടിയുടെ വളർച്ചയ്ക്കും പഴത്തൊലി ഒത്തിരി നല്ലതാണ്. മുടി വേരുകളെ ബലപ്പെടുത്താനും മുടിക്ക് ആരോഗ്യം നൽകാനും ഈ പഴത്തൊലി നമുക്ക് ഇതേപോലെ ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ തലയിലെ താരൻ മാറാനും ഒത്തിരി നല്ലതാണ് ഈ പഴത്തൊലി. ഇത് തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് കഴുകി കളയാവുന്നതാണ്. ഇതുപോലെ ഓരോ മുടി ഇഴകളിലൂടെയും നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. താരനും തലയിലുണ്ടാകുന്ന ചെറിയ കുരുക്കളും അതുപോലെ തന്നെ ചൊറിച്ചിലും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ്. നമ്മുടെ സ്കാൾപ്പ് നല്ലതുപോലെ ക്ലീനായി കിട്ടും. അതോടൊപ്പം തന്നെ മുടി വളരുകയും ചെയ്യും. അപ്പോൾ ഈ രീതിക്ക് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഈ പഴത്തൊലി നമുക്കിങ്ങനെ വെറുതെ ഇതുപോലെ ചെടികളുടെ ചോട്ടിൽ വെറുതെ ഇങ്ങനൊന്ന് ഇട്ട് കൊടുത്താലും അത് നല്ലൊരു വളമാണ്. അതല്ലെങ്കിലും നമുക്ക് അല്പം മണ്ണ് ഒന്ന് ഇളക്കിയിട്ട് അതിനകത്തേക്ക് ഈ പഴത്തൊലി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്താലും നല്ലൊരു വളമാണ്. അതല്ലെങ്കിൽ പിന്നെ കുപ്പിയിൽ അല്പം വെള്ളം എടുക്കുക. എന്നിട്ട് ഈ പഴത്തൊലി ആ വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു 3-4 ദിവസം വെച്ചേക്കുക. അതിനുശേഷം ആ വെള്ളം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും ചെടികൾക്ക് വളരാനും പുഷ്പിക്കാനും അതുപോലെ തന്നെ കായ്കൾ ഉണ്ടാകാനൊക്കെ വളരെയധികം നല്ലതാണ്. അപ്പോൾ ഈ ഒരു രീതിക്കും കൂടി നിങ്ങൾ ഈ പഴത്തൊലി ഒന്ന് വെറുതെ വലിച്ചെറിഞ്ഞ് കളയാതെ ഇങ്ങനെയൊന്ന് പ്രയോജനപ്പെടുത്തി നോക്കണം കേട്ടോ. ഈ പഴത്തൊലിയുടെ മഹാത്മ്യമൊക്കെ കേട്ട് പോകാൻ വരട്ടെ. ഇനിയുമുണ്ട് ഉപയോഗങ്ങൾ. എല്ലാ ദിവസവും 1 മിനിറ്റ് നേരം നമ്മുടെ ഈ പഴത്തൊലി വെച്ചിട്ടൊന്ന് പല്ല് തേക്കുകയാണെങ്കിൽ നമ്മുടെ പല്ല് മഞ്ഞ കളറൊക്കെ പോയിട്ട് നല്ല മുല്ലപ്പൂ മൊട്ട് പോലെ തിളങ്ങും. പല്ല് വെളുപ്പിക്കുന്നതിനുള്ള നല്ല അടിപൊളി ഒരു സാധനമാണ് ഈ പഴത്തൊലി. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പാടുകളൊക്കെ നമുക്ക് മാറ്റാം. എന്തെങ്കിലും ശരീരത്തിൽ പാടുകളുണ്ടെങ്കിൽ അവിടെ ഈ പഴത്തൊലി ഒന്ന് പതുക്കെ ഒന്ന് വെച്ചൊന്ന് കവർ ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം മതി. അതുപോലെ തന്നെ വേദനയുള്ള ഭാഗത്ത് ഈ പഴത്തൊലി അരച്ച് പുരട്ടുകയാണെങ്കിൽ വേദന ശമിക്കുന്നതായിരിക്കും. അരമണിക്കൂറിന് കഴിഞ്ഞ് വേദന മാറിയതിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ്. ഇത് സസ്യഎണ്ണയിൽ ചാലിച്ച് പുരട്ടുന്നതും വേദന മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് പഴത്തൊലി നിങ്ങൾ ഇങ്ങനെയെല്ലാം ഒന്ന് പ്രയോജനപ്പെടുത്തി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.